ഓർമ്മകളിൽ മായാത്ത നക്ഷത്രമായി മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ. ആ ധീരനായ സൈനികൻ മുംബൈ ഭീകരാക്രമണത്തിൽ രാജ്യത്തിനായി ജീവൻ സമർപ്പിച്ചിട്ട് ഇന്ന് 17 വർഷം. സ്വജീവൻ ബലി നൽകി മറ്റുള്ളവരുടെ ജീവന് കാവലാളായ സന്ദീപിന്റെ വീരമൃത്യുവിന് കാലം കഴിയുന്തോറും തിളക്കം വർദ്ധിക്കുകയാണ്. ആരായിരുന്നു സന്ദീപ് ഉണ്ണികൃഷ്ണൻ? ദേശീയ സുരക്ഷാ സേനയുടെ 51 സ്പെഷ്യൽ ആക്ഷൻ ഗ്രൂപ്പിലെ ബ്ലാക്ക് കാറ്റ്സിലെ അംഗമായിരുന്നു മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ. കാശ്മീരിൽ 3 ദൗത്യങ്ങൾ പൂർത്തിയാക്കിയ ആ ധീര സൈനികൻ സിയാച്ചിനിലും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. സന്ദീപ് അതിനകം തന്നെ ഒരു ഇൻസ്ട്രക്ടർ റോളിൽ എത്തിയിട്ടുണ്ടായിരുന്നു. എന്നിട്ടും അവസാന ദൗത്യത്തിന് ആരൊക്കെ പോരുന്നുണ്ട് എന്ന് ചോദിച്ചപ്പോൾ ആദ്യം കൈപൊക്കി സംഘത്തിന്റെ ഭാഗമായത് മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ തന്നെയായിരുന്നു. അങ്ങനെ ദേശീയ സുരക്ഷാ സേന 51 NSG വിങ്ങിന്റെ നായകനായി മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ മുംബൈയിലേക്ക് പുറപ്പെട്ടു. സാധാരണ ഒരു മരണം ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പോകുമ്പോൾ രാജ്യം മുഴുവനും എന്നെ ഓർമ്മിക്കണം. NSGയിൽ ചേരുന്ന ദിവസം അച്ഛനോട് മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ പറഞ്ഞ വാക്കുകളാണിത്. പിന്നീട് അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ തന്നെ സംഭവിച്ചു. 2008 നവംബർ 26-ന് മുംബൈ നഗരത്തെയും രാജ്യത്തെയും ഒരുപോലെ നടുക്കിയ ആ ഭീകരാക്രമണം ഏതാണ്ട് 60 മണിക്കൂറുകളോളമാണ് നീണ്ടുനിന്നത്. താജ് ഹോട്ടലിൽ നുഴഞ്ഞു കയറിയ പാക് ഭീകരർ ഒട്ടേറെ പേരെ വെടിവെച്ചു വീഴ്ത്തി. ആക്രമണത്തിൽ വിദേശികളടക്കം ഏകദേശം 166 പേർ കൊല്ലപ്പെട്ടു. 300-ലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഭീകരവിരുദ്ധ സ്ക്വാഡ് തലവൻ ഹേമന്ത് കാർക്കറെ ഉൾപ്പെടെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഭീകരരെ തുരത്താനായുള്ള ബ്ലാക്ക് ടൊർണാഡോ ഓപ്പറേഷനിടെ വൻ മുന്നേറ്റമായിരുന്നു സന്ദീപ് നടത്തിയത്. ഏറ്റുമുട്ടലിനിടെ പരിക്കേറ്റ സഹപ്രവർത്തകനെ ഭീകരരിൽ നിന്നും രക്ഷപ്പെടുത്തിയ ശേഷം വീണ്ടും അവർക്കിടയിലേക്ക് കുതിക്കുകയായിരുന്നു സന്ദീപ്. പോരാട്ടത്തിനിടയിൽ വെടിയേറ്റു വീണു. അതിനിടയിൽ ഒട്ടേറെ പേരെ സന്ദീപ് ഒറ്റയ്ക്ക് തന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ അദ്ദേഹം നവംബർ 28-ന് മരണത്തിന് കീഴടങ്ങി. ആരും അടുത്തേക്ക് വരരുത്, അവരെ ഞാൻ കൈകാര്യം ചെയ്തോളാം. ഇതായിരുന്നു സന്ദീപ് സഹപ്രവർത്തകർക്ക് അവസാനം അയച്ച സന്ദേശമെന്ന് അച്ഛൻ തന്നെ പറയുകയുണ്ടായി. അത്രമേൽ വീരോചിതമായിരുന്നു ആ ജീവിതവും മരണവും. കോഴിക്കോട് ജില്ലയിലെ ചെറുവണ്ണൂർ സ്വദേശിയായ സന്ദീപ് ബംഗളൂരുവിലായിരുന്നു താമസിച്ചിരുന്നത്. ISR ഉദ്യോഗസ്ഥനായ ഉണ്ണികൃഷ്ണന്റെയും ധനലക്ഷ്മിയുടെയും മകൻ. പഠിച്ചതും വളർന്നതും ബംഗളൂരുവിലായിരുന്നു. കുട്ടിക്കാലം മുതലേ രാജ്യത്തെ സേവിക്കണമെന്നാഗ്രഹിച്ച യുവാവ് 1995-ൽ നാഷണൽ ഡിഫൻസ് അക്കാദമിയിൽ ചേർന്നു. 4 വർഷങ്ങൾക്കിപ്പുറം ഇന്ത്യൻ കരസേനയുടെ ബിഹാർ റെജിമെന്റിന്റെ ഭാഗമായി 2007 മുതൽ ദേശീയ സുരക്ഷാ സേനയിൽ ഡെപ്യൂട്ടേഷനിൽ പ്രവേശിച്ചു. ഇന്ത്യ ക്രിക്കറ്റിൽ തോറ്റാൽ പോലും സഹിക്കാൻ കഴിയാത്ത ആളായിരുന്നു സന്ദീപ് ഉണ്ണികൃഷ്ണൻ. ISRO ദൗത്യം പരാജയപ്പെട്ടാൽ പോലും ഏറെ ദുഃഖിതനാകുമായിരുന്ന വിധത്തിലായിരുന്നു സന്ദീപ്. ദേശീയതയെ അത്രയേറെ പിന്തുണച്ചിരുന്നു സന്ദീപ് ഉണ്ണികൃഷ്ണൻ. സന്ദീപിന്റെ വീരമൃത്യുവിനോടുള്ള ആദരസൂചകമായി രാജ്യം അദ്ദേഹത്തിന് മരണാന്തര ബഹുമതിയായി അശോക ചക്ര നൽകി ആദരിച്ചു. രാഷ്ട്രപതി പ്രതിഭാ പാട്ടീലിൽ നിന്ന് അത് ഏറ്റുവാങ്ങിയത് അമ്മ ധനലക്ഷ്മിയായിരുന്നു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇപ്പോഴും നിരവധി ആളുകൾ സന്ദീപിന്റെ വീരസ്മരണ പുതുക്കി ബംഗളൂരുവിലെ വസതിയിലെത്താറുണ്ട്. ബംഗളൂരുവിലെ വസതിക്ക് സമീപം ഗ്രാനൈറ്റിൽ തീർത്ത സന്ദീപ് ഉണ്ണികൃഷ്ണ സ്മാരകശിലയിലേക്കും ജനപ്രവാഹം ഉണ്ടാകാറുണ്ട്. ഏറ്റെടുക്കുന്ന പ്രവൃത്തികളിൽ വിജയം കാണാതെ മടങ്ങാൻ മേജർ സന്ദീപ് തയ്യാറായിരുന്നില്ല. അതേ മനോഭാവത്തോടെയാണ് 2008-ൽ മുംബൈ ആക്രമിക്കാനെത്തിയ ഭീകരരെയും അദ്ദേഹം നേരിട്ടത്. സ്വന്തം രാജ്യം തോൽക്കാൻ പാടില്ലെന്ന ദൃഢനിശ്ചയമായിരുന്നു അതിനു പിന്നിൽ. ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഇന്ത്യ ജയിക്കണമെന്നായിരുന്നു സന്ദീപ് ഉണ്ണികൃഷ്ണന്റെ ആഗ്രഹം. ഒടുവിൽ ജീവൻ നൽകിയതും അതിനായി തന്നെ. ബംഗളൂരുവിലെ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിറയെ ഓർമ്മചിത്രങ്ങളും കുറിപ്പുകളുമാണ്. സ്വന്തം രാജ്യത്തിനായി പോരാടിയ ആ ധീര സൈനികന്റെ ജീവിതം വരും തലമുറയ്ക്ക് കാണാനായി സൂക്ഷിക്കുകയാണ് കുടുംബം.